വോട്ടിംഗ് അട്ടിമറി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രാജ്യത്താകമാനം രഹസ്യ നീക്കം നടത്തുന്നതിനായി കൊണ്ടുവന്ന SIR-ൽ പുകയുകയാണ് BJP ഇപ്പോൾ. BJPയുടെ പ്രബലമായ സ്വന്തം തട്ടകമായ UP-യിലടക്കം ഭീമമായ വോട്ട് വെട്ടലിൽ, അതായത് 2.89 കോടിക്കടുത്ത് വോട്ടുകൾ പൊഴിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതിൽ കടുത്ത പ്രതിഷേധത്തിന് മുതിരുകയാണ് യോഗി ആദിത്യനാഥും RSSും. ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും BJP പാളയം പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിലേ യോഗി മോദി സംഘർഷം അല്പം കടുത്ത ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. കാരണം യോഗി ആദിത്യനാഥ് RSSന്റെ ആശീർവാദത്തിൽ മോദിക്ക് ലക്ഷ്മണരേഖ വരച്ച് പ്രധാനമന്ത്രി കസേര ലക്ഷ്യമിട്ട് ശീതയുദ്ധം പ്രഖ്യാപിച്ച കാലമാണിത് എന്നത് ഓർക്കണം. നോക്കുക, കേരളത്തിലടക്കം രാജ്യത്തെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ SIR വഴി നടന്ന വോട്ട് വെട്ടൽ പ്രക്രിയ BJPയുടെ ശക്തമായ സ്വാധീന മേഖലയിൽ അടക്കം BJP തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിയതിൻ്റെ കണക്കുകൾ നമ്മൾ പാലക്കാട് ജില്ലയെ അടക്കം മുൻനിർത്തി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴാണ് UP-യിൽ നിന്നും പുറത്തു വരുന്ന 2.89 കോടി വെട്ടിമാറ്റിയ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തത് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലഖ്നൌവിലാണ് എന്നത് കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഏകദേശം 30% വോട്ടുകളാണ് അവിടെ വെട്ടിമാറ്റപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഗാസിയാബാദ് 28%, അതുപോലെ ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളായ ബൽറാംപൂർ, കാൺപൂർ, പ്രയാഗ്രാജ്, മീററ്റ്, ഗൗതം ബുദ്ധ നഗർ, ഹാപ്പൂർ, സഹാറൻപൂർ, ആഗ്ര എന്നിവിടങ്ങളിൽ നിരവധി വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJPക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5000 മുതൽ 20,000 വരെ വോട്ടുകൾക്ക് വിജയിച്ച നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് ഏകദേശം 1,00,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇതിപ്പം പ്രതിപക്ഷത്തേക്കാൾ പരിഭ്രാന്തിയിൽ എത്തിച്ചിരിക്കുകയാണ് ഭരണകക്ഷിയായ BJP-യിൽ. യോഗി ഇക്കാര്യത്തിൽ നടപടികൾ ശക്തമാക്കിയാൽ മോദി ശരിക്കും പ്രകമ്പനം കൊള്ളുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. സത്യത്തിൽ മോദിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ ഇരിക്കുകയും തൻ്റെ നില പരിങ്ങലിലാക്കാൻ ഒരു നിഴൽയുദ്ധം രൂപമെടുക്കുകയും യോഗി പാളയത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയ മോദി ഷാ കമ്പനിയുടെ തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് ഇതെന്നുള്ള നിരീക്ഷണമാണ് മുന്നിലുള്ളത്. അതായത് തന്നേക്കാൾ വളരുന്ന വൻമരങ്ങളെ അത് BJPക്കകത്ത് തന്നെ ഉള്ളതാണ് എങ്കിലും അതിനെ വെട്ടിമാറ്റാനുള്ള തന്ത്രപ്രധാനമായ നീക്കം. ഇങ്ങനെ പാളയത്തിൽ പട പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് BJP ഇക്കാലം അത്രയും ഭരണം നിലനിർത്താൻ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയുടെ നഗ്നമായ സത്യമാണ് വെളിയിൽ വരുന്നത് എന്ന് വേണം കരുതാൻ. ഈ ചക്കുളത്തിൽ പോര് ഇതൊരിക്കലും ഇനി കെട്ടടങ്ങില്ല എന്ന് മാത്രമല്ല, ഇത് രൂക്ഷമാകുന്ന സാഹചര്യമാണ് താനും. ഇന്ത്യയൊട്ടാകെ ഏതാണ്ട് 12 സംസ്ഥാനങ്ങളിൽ 6 കോടിയിലധികം ആളുകളാണ് SIR വഴി പുറത്തായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമനുസരിച്ച് ഈ 6 കോടി ആളുകൾ താമസം മാറിയതോ മരിച്ചവരോ ഇരട്ടപ്പേർ ഉള്ളവരോ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെയുള്ളവർ ഒരിക്കലും പട്ടികയിൽ ഇതിനു മുൻപ് ഉണ്ടാകാൻ പാടില്ലാത്തവർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇവർ 2024 തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. UP-യിൽ വെട്ടിമാറ്റിയ ഈ 2.89 കോടി എന്നത് സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ 18.7%, ഏതാണ്ട് 1/5. ഒരു തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് വരെ തീരുമാനിക്കാൻ ശേഷിയുള്ളതാണ് ഈ സംഖ്യ. ഈ ഒഴിവാക്കപ്പെട്ടത് വ്യാജ വോട്ടർമാരാണ് എങ്കിൽ BJP-യിൽ എന്തിനാണ് ഇത്ര ആശങ്കകൾ ജനിക്കുന്നത്? ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് പറഞ്ഞത് ഏകദേശം 4 കോടിയോളം വോട്ടർമാർ ഉത്തർപ്രദേശിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നാണ്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും രൂക്ഷമായ വ്യവസ്ഥിതിയാണ്. മറ്റൊരു അപകടകരമായ നീക്കം UP-യിൽ തുടക്കമിട്ട് കഴിഞ്ഞു. അത് ഇരട്ട വോട്ട് എന്നതാണ്. UP സ്വദേശികളായ എന്നാൽ ഡൽഹിയിലും മുംബൈയിലും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെ തിരിച്ച് UP-യിലേക്ക് കുടിയേറാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഇവർ തിരിച്ചു വന്നാൽ ഇരട്ട വോട്ടിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. അതിനെ സാധൂകരിക്കുന്ന ശബ്ദങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരുന്നു ഇതിനു മുൻപ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി ആളുകൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. BJP പ്രവർത്തകനായ നാഗേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. BJPയുടെ തന്നെ പ്രവർത്തകനായ അജിത് ഷാ ഹരിയാനയിലും ഡൽഹിയിലും വോട്ട് ചെയ്തതിനു ശേഷം ബീഹാറിലും വോട്ട് ചെയ്തു. ഇങ്ങനെ ഇരട്ട വോട്ടിൻ്റെ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. ഇത് ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല,
രാജ്യമൊട്ടാകെ വ്യാപിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ഈ കോടിക്കണക്കിന് സംഖ്യ വെറും ഒരു സംഖ്യയല്ല. ഈ ഒഴിവാക്കപ്പെട്ട ഓരോ വ്യക്തിക്കും അവരുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, പൗരന്മാരുടെ സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കപ്പെടുന്നതോടെ അവർ ജനിച്ചു വളർന്ന രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെടുന്നതിൻ്റെ അപകടം ചിന്താധീനമാണ്. ലോകാരാധ്യനായ അമർത്യ സെന്നിനെ പോലും പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ലോകപ്രശസ്തനായ ഒരു ഇന്ത്യൻ പൗരന് ഇതാണ് അവസ്ഥ എങ്കിൽ സാധാരണക്കാരനായ ഒരു പൗരൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് നേതാവായ ഗുർദീപ് സിംഗ് സപ്ലിൻ്റെ കാര്യത്തിലും ഇതേ അനുഭവമാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, മുൻ ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച വ്യക്തിയുമാണ്, നിയമങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി അറിയുന്ന ആളുമാണ്. ഗാസിയാബാദിലെ സ്വന്തം വീട്ടിൽ നിന്നും നോയിഡയിലേക്ക് ഇദ്ദേഹം താമസം മാറി. പിന്നീട് അദ്ദേഹം വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പഴയ പട്ടികയിലും ഇല്ല, പുതിയ താമസ സ്ഥലത്തെ പട്ടികയിലും ഇല്ല. രാജ്യത്തെ വോട്ടവകാശം ഇല്ലാത്തവരായി ഇവർ മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നിയമപ്രകാരം ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടികളിൽ വിലാസം മാറ്റുക എന്നത് വലിയ സങ്കീർണതയാണ്. മുൻപ് ഫോം 8 എന്നൊരു ലളിതമായ അപേക്ഷാ ഫോം ഉണ്ടായിരുന്നു. അത് പൂരിപ്പിച്ചു കൊടുത്താൽ പഴയ പട്ടികയിൽ നിന്നും പുതിയ പട്ടികയിലേക്ക് വളരെ പെട്ടെന്ന് മാറാമായിരുന്നു. പക്ഷേ പുതിയ രീതി പ്രകാരം അത് ഇപ്പോൾ സങ്കീർണമാണ്. പുതിയ നിയമപ്രകാരം ഫോം 16 ആണ് വിലാസം മാറിയവരും ഉപയോഗിക്കുന്നത്. അതിലെ സത്യവാങ്മൂലത്തിൽ താൻ ഇതിനു മുൻപ് ഇന്ത്യയിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടില്ല എന്ന് നമ്മൾ ഒപ്പിട്ട് നൽകണം എന്നതാണ് ചട്ടം. അതവിടെ നിൽക്കട്ടെ. യുപിയിലേക്ക് തിരിച്ചു വന്നാൽ അവിടുത്തെ കണക്കുകളിൽ ഒരു സുപ്രധാന പൊരുത്തക്കേട് ഒന്ന് പരിശോധിക്കാം. അതായത് കഴിഞ്ഞ ഡിസംബറിൽ യുപിയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഗ്രാമീണ മേഖലയിൽ മാത്രം 12,70,00,000 വോട്ടർമാർ എന്നതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പുതിയ കരട് പട്ടിക പ്രകാരം യുപിയിലെ ഗ്രാമീണ വോട്ടർമാർ എല്ലാം ചേർന്നാലും ആകെ 12,55,00,000 വോട്ടർമാരേ ഉള്ളൂ എന്നതാണ്. അതായത് ഗ്രാമങ്ങളിലെ മാത്രം വോട്ടർമാർ സംസ്ഥാനത്തെ ഗ്രാമത്തിലെയും നഗരത്തിലെയും മൊത്തം വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുന്നത് എങ്ങനെയാണ്? ഇത് കണക്കുകൾ തമ്മിൽ ചേരുന്നതല്ല ഒരിക്കലും. അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് നഗര വോട്ടർമാർ എവിടെ എന്ന ചോദ്യം ഉയരുകയാണ്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം അധികാരികൾ നൽകുന്നുമില്ല. ഈ പൊരുത്തക്കേടുകൾ ഉയരുമ്പോഴാണ് പ്രതിപക്ഷമുയർത്തുന്ന ആരോപണം രാജ്യത്ത് ശക്തി പ്രാപിക്കുന്നത്. ഇത് ഇപ്പോൾ പ്രതിപക്ഷമുയർത്തുന്ന ആരോപണം മാത്രമായിട്ടല്ല എന്നും BJPയിൽ തന്നെ ഉയരുന്ന ആശങ്കയായി മാറിക്കഴിഞ്ഞുവെന്നും മനസ്സിലാക്കാം. അതാണ് യുപിയിൽ തന്നെ പതഞ്ഞു പൊന്തുന്ന യോഗി യുദ്ധവും. ഇത് യോഗി പാളയം മോദിക്കെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യമായി ഉരുത്തിരിയുകയാണ് ഇപ്പോൾ. ഇനി മോദിയുടെ ഭാവി എന്ത് എന്നത് ചോദ്യചിഹ്നമാവുകയാണ്. RSS യോഗി ചേരിയിൽ നിന്നും മോദിക്ക് നേരിട്ട് വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യം മോദി ഷാ കമ്പനിക്ക് നിൽക്കക്കള്ളിയില്ലാതെ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ പാത വെട്ടി തുറക്കുന്നത്. അത് രാജ്യത്ത് ഒരു വലിയ മാറ്റത്തിന് വഴിതെളിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുകയും അധികാരത്തിൽ കയറുകയും ചെയ്യും എന്നത് യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.